പ്രിയപ്പെട്ടവരെ, ശിശുക്കളെ ജീവന് തുല്യം സ്നേഹിച്ച ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ഇതിഹാസ സ്വാതന്ത്ര്യ സമര പോരാളിയുമായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത്. കുട്ടികളുടെ സ്വന്തം ചാച്ചാജിയായ നെഹ്റു 1889 നവംബർ 14 ജനിച്ചത്. കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തി എന്ന നിലയിൽ ലോകമെമ്പാടും ചാച്ചാജി പ്രശസ്തനായിരുന്നു. കാരണം കുട്ടികളുടെ ആത്മമിത്രമായിരുന്നു അദ്ദേഹം. ചാച്ചാജിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ എത്തുന്ന മനോഹരമായ രൂപമുണ്ട്. വെള്ളത്തൊപ്പിയും നീണ്ട ജുബയും ധരിച്ച് എപ്പോഴും പുഞ്ചിരിക്കുന്ന വ്യക്തിത്വം. മാത്രമല്ല, പൂക്കളെയും പ്രകൃതിയെയും ഏറെ സ്നേഹിച്ചിരുന്നതുകൊണ്ട് എപ്പോഴും ഒരു ചുവന്ന റോസാപ്പൂവ് അദ്ദേഹം ജുബയിൽ ധരിക്കുമായിരുന്നു. സ്നേഹത്തിന്റെ പ്രതീകമാണല്ലോ റോസാപ്പൂവ്. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ കുട്ടികൾക്കായി ധാരാളം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കുട്ടികളാണ് നാളത്തെ രാഷ്ട്രശില്പികളെന്ന് ഉറച്ചു വിശ്വസിച്ച ചാച്ചാജി കുട്ടികളുടെ ഭാവിക്കായി കരുതലോടെ പദ്ധതികൾ വിഭാവനം ചെയ്തു. അവരുടെ ഭാവി ലോകത്തിനു മുന്നിൽ തുറന്നിട്ടു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി വിദ്യാഭ്യാസ രംഗത്ത് അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഉന്നത വിദ്യാഭ്യാസത്തിനായി നിരവധി സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. മാത്രമല്ല, പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കുകയും ഗ്രാമങ്ങൾ തോറും പ്രൈമറി വിദ്യാലയങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. കൂടാതെ പോഷക ആഹാരക്കുറവ് നികത്തുന്നതിനായി ഭക്ഷണവും പാലും സൗജന്യമായി നൽകുന്ന പദ്ധതിക്ക് അദ്ദേഹം തുടക്കമിട്ടു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ചാച്ചാജിക്ക് നല്ല വായനാശീലമുണ്ടായിരുന്നു. ധാരാളം പുസ്തകങ്ങൾ എഴുതിയ അദ്ദേഹം അധ്യാപകരെ ഏറെ ബഹുമാനിച്ച വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തെ പഠിപ്പിച്ച A.T. ബ്രൂക്ക് എന്ന അധ്യാപകനെ അദ്ദേഹം സദാ സ്മരിക്കുമായിരുന്നു. ഇംഗ്ലീഷ് കവി വില്യം വേഡ്സ്വർത്ത് തന്റെ മനോഹരമായ ഓഡ് ഓൺ ഇമ്മോർട്ടാലിറ്റി എന്ന കവിതയിൽ ഈ പ്രകാരം പറയുന്നുണ്ട്: ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ. ശിശുക്കളിൽ നിന്ന് ഏറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും ഒപ്പം സ്വർഗം കുട്ടികളിലാണെന്നും തന്റെ കവിതകളിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, കുട്ടികളുടെ ക്ഷേമത്തിനും സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ശിശുദിനം. ഒപ്പം കുട്ടികൾക്കെതിരെ ധാരാളം കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ സംരക്ഷണത്തിനും സുരക്ഷിതത്വത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഒപ്പം കുട്ടികളുടെ ആരോഗ്യപരമായ വളർച്ചയിലും ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. അതുവഴി സമഗ്രമായി രൂപപ്പെട്ട് രാജ്യത്തിന്റെ ഉത്തമ പൗരന്മാരായി കുട്ടികൾ വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും